അവരുടെ കാലഘട്ടങ്ങളിൽ പിഴച്ച സംഘങ്ങൾക്കൊന്നും അധികം തലപൊക്കാനെന്ന് സാധിച്ചിട്ടുമില്ല. കാരണം അവരൊക്കെ അതിശക്തമായി ആ രംഗത്തിറങ്ങുകയും അവർക്കെതിരെ നിലപാട് പ്രഖ്യാപിക്കുകയും സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്തവരാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ പോലുള്ള പ്രഗത്ഭരായ സ്വഹാബിമാർ. അതോടൊപ്പം നബിതങ്ങളുടെ ചര്യകളെ അക്ഷരം പ്രതി പിൻപറ്റാൻ അങ്ങേയറ്റം പ്രയത്നിച്ച ആൾ കൂടിയാണ് ഇബ്നു ഉമർ. അഥവാ പിൻപറ്റാൻ കൽപ്പന ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും, ഇപ്പം മാനുഷികമായി നബി ചെയ്ത കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൽ പിൻപറ്റാൻ കൽപ്പന ഉള്ളതല്ല, ദീനിൻ്റെ ഭാഗമായി ചെയ്തതാണ് പിൻപറ്റാൻ കൽപ്പനയുള്ളത്. എന്നാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പം നബിയുടെ വസ്ത്രം, നബിയുടെ ഭക്ഷണം, അതൊക്കെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ നിലയ്ക്ക് ഇപ്പോൾ ചില ഭക്ഷണം നബിക്ക് അധികം ഇഷ്ടമുണ്ടാവും, ചില ഭക്ഷണം ഇപ്പം അത്ര തന്നെ ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മാത്രം ആ ഭക്ഷണം സുന്നത്താവോ ചോദിച്ചാൽ സുന്നത്താവില്ല. എന്നാൽ അത്തരം വിഷയങ്ങളിൽ പോലും നബിതങ്ങൾ ചെയ്ത അതേപോലെ ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിച്ചവരായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. നടന്നു പോണ വഴിയിൽ ഇബ്നു ഉമറും നബിയും കൂടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ എന്തോ വർത്തമാനം പറഞ്ഞപ്പോൾ നബി ഒന്ന് ചിരിച്ചു ഇബ്നു ഉമറിനോട്. പിന്നീട് ഒരിക്കൽ നബി അദ്ദേഹം കൂടെ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ ചിരിച്ചു. അപ്പം എന്താ വെച്ചപ്പോൾ ഒന്നല്ല, പണ്ട് ഇതിനെ പോയപ്പോൾ നബി എടുത്തിയപ്പോൾ ചിരിച്ചിരുന്നു, അപ്പം ഞാൻ ചിരിച്ചതാണ്. അത്ര വരെ നബിയുടെ ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുത്ത് അത് ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ച ആൾ കൂടിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പം നബിയുടെ ചെയ്തികളിൽ ഒരു ദീനിൻ്റെ ഭാഗമായിട്ടല്ലാതെ ചെയ്ത കാര്യങ്ങൾ അതിൽ പോലും അത് നമുക്ക് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നബിയുടെ ഫെയ്ലുകൾ നമുക്ക് രണ്ടാക്കി തിരിക്കാം. നബിയുടെ ഫെയ്ല് ഒന്ന് മാനുഷികമായി ചെയ്തത്, മറ്റൊന്ന് റസൂൽ എന്ന നിലക്ക് ദീനിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങൾ. അതാണ് നബിയുടെ രണ്ട് തരം പ്രവർത്തികൾ. അപ്പം മാനുഷികമായി ചെയ്ത കാര്യങ്ങൾ അത് മിനിമം അത് ജായിസാണെന്ന് കിട്ടും, അത് ചെയ്യാൻ പറ്റും, അനുവദനീയമാണ് എന്ന് കിട്ടും. കാരണം പാടില്ലാത്തതാണെങ്കിൽ നബി അത് ചെയ്യൂല. അപ്പം നബി ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിന് മനസ്സിലാവും. ഇനി അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ അത് പ്രത്യേകമായി നബിതങ്ങൾ പഠിപ്പിക്കുകയും പറയുകയും വേണം, അല്ലെങ്കിൽ അത് പ്രത്യേകം സുന്നത്താവുകയില്ല. ഇപ്പം നബി ഒട്ടകപ്പുറത്ത് പോയി, അതുകൊണ്ട് ഒട്ടകപ്പുറത്ത് പോകാൻ സുന്നത്താണോ ചോദിച്ചാൽ അല്ല, ഒട്ടകപ്പുറത്ത് പോകാൻ അനുവദനീയമാണ് കിട്ടും. ഒട്ടകപ്പുറത്ത് പോകാൻ പാടില്ലെങ്കിൽ നബി ഒരിക്കലും പോകൂല. ഗോതമ്പ് കഴിച്ചു, അപ്പം ഗോതമ്പ് കഴിക്കാൻ സുന്നത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്താ നബി ഗോതമ്പ് കഴിച്ചത്? നബി ജീവിച്ചത് മക്കയിലും മദീനയിലുമാണ്, അവിടുത്തെ മുഖ്യാഹാരം ഗോതമ്പാണ്, അരിയൊന്നുമല്ല. അതുകൊണ്ട് നബി ഞങ്ങൾ ഗോതമ്പാണ് കഴിച്ചത്. ആ ഒരു കാരണത്താൽ ഗോതമ്പ് കഴിക്കൽ പ്രത്യേകമായ സുന്നത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഗോതമ്പ് കഴിക്കൽ അനുവദനീയമാണ് എന്നതിൽ നിന്ന് മനസ്സിലായി. ഇപ്പം ചില ഭക്ഷണം നബിക്ക് ഇഷ്ടം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവും, അത് പാടില്ലാത്തതുകൊണ്ടല്ല, നബിക്കത് ഇഷ്ടമില്ല ആ ഭക്ഷണം, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് വേണ്ട. ഇപ്പം ഉടുമ്പ് മാംസം നബിയുടെ മേശപ്പുറത്ത് വന്നു, സഹാബികൾ കൊണ്ടുവന്നു, നബി കഴിച്ചില്ല, സഹാബികൾ കഴിച്ചു, നബി ഒന്നും പറഞ്ഞതുമില്ല. അപ്പം നബിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ ഒരു ഭക്ഷണം നബിക്ക് അത്ര ഇഷ്ടമില്ല. എന്നാൽ സുർക്ക നബിക്കൊരു ഇഷ്ടമായിരുന്നു, ചെരങ്ങ നബിക്കൊരു ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രം ചെരങ്ങ സുന്നത്ത് അറിയാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. അപ്പം ഇങ്ങനെ മാനുഷികമായി നാടിൻ്റെ ഭാഗമായോ സമൂഹത്തിൻ്റെ ഭാഗമായോ ഒരു മനുഷ്യനെ നിലക്കോ ചെയ്ത കാര്യങ്ങൾ, നബി ഉള്ളി വേവിച്ച് കഴിക്കലുണ്ട്, പച്ച കഴിക്കലില്ല, പച്ചക്ക് കഴിക്കാറില്ല. പച്ചക്ക് കഴിക്കാൻ തെറ്റൊന്നുമില്ല. നബി പറഞ്ഞു അങ്ങനെ കഴിച്ചാൽ പള്ളിനടുത്തേക്ക് വരരുത്, ആ വാസന ഒഴിവാക്കിയിട്ടല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിക്ക് പൊതുവെ ദുർഗന്ധമുണ്ടാകുന്ന ഒന്നും നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. തന്നിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുന്ന എന്താണെങ്കിലും അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഇത്തരം വിഷയങ്ങളിൽ പോലും നബിയെ പിന്തുടരാൻ ശ്രമിച്ച ആളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ.